എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം കരസേന അല്ലെങ്കിൽ സേനയിൽ എങ്ങനെ വന്നെത്തി എന്നുള്ളതിന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ട് ഞാനിവിടെ വന്നു. അതിൻ്റെ പിന്നിലൊരു കൊച്ചു കഥയുണ്ട്. പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ, ചെറുതായിരുന്നപ്പോൾ എൻ്റെ അമ്മയുടെ വീട് ഹരിപ്പാടിനടുത്ത് പള്ളിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഈ വലിയ അവധിക്ക് വെക്കേഷന് 7 സഹോദരിമാരും മക്കളും അവരുടെ അപ്പൻ്റെ വീട്ടിൽ വെക്കേഷന് വരും. അപ്പം ഞാനായിരുന്നു, എൻ്റെ അമ്മയാണ് ഏറ്റവും ഇളയത്. അമ്മയ്ക്ക് അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെ വെക്കേഷന് പോയപ്പം വൈകുന്നേരം എല്ലാവരും കൂടി ഇരുന്നപ്പോൾ എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരി ചോദിച്ചു, ഓക്കെ പിള്ളേർ പറ, നിങ്ങൾ വളർന്നു വരുമ്പം നിങ്ങൾക്ക് എന്തോ ആകണം. അതിന് ഓരോരുത്തർ പറഞ്ഞു, ഡോക്ടറാകണം, എൻജിനീയറാകണം, വക്കീലാകണം, അങ്ങനെ തുറന്ന് പറഞ്ഞു. അവസാനം എൻ്റെ ഊഴം വന്നപ്പം അന്ന് എൻ്റെ ഫാദറും എൻ്റെ ഡാഡി അവിടെ ഉണ്ട്, എല്ലാവരെയും വന്ന ദിവസം തന്നെ. അപ്പം എല്ലാവരെയും അപ്പന്മാരും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ടിക്കറ്റ് ചെക്കറാകണം. അപ്പം ഏറ്റവും ഇളയതാണ്. അപ്പം ടിക്കറ്റ് ചെക്കർ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അപ്പം എൻ്റെ അപ്പൻ്റെ മുഖം ഞാൻ നോക്കിയപ്പോൾ അപ്പന് സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നു. ബാക്കി എല്ലാവരും എൻജിനീയറും ഡോക്ടറുമാണ്, ഞാൻ മാത്രം ടിക്കറ്റ് ചെക്കർ. അപ്പം എന്നോട് പറഞ്ഞു, ചുമ്മാ കളി പറയാതെ, എപ്പോഴും കളി പറയുന്ന പോലെയല്ല, എന്താകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ടിക്കറ്റ് ചെക്കറാകണം. പ്രശ്നമായി. അപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ഫാദറിൻ്റെ മുഖം മാറി. അപ്പോഴത്തേക്ക് പിന്നെ ഡിന്നറിന് സമയമായി, എല്ലാവരും പോയി. എന്നെ വിളിച്ച് നുള്ളൊക്കെ തന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ടിക്കറ്റ് ചെക്കറായാൽ മതി. കാരണം പണ്ട് ഞാൻ 60കളിലെ കാര്യമാണ് പറയുന്നത്. ഈ KSRTC ട്രാൻസ്പോർട്ടിലെ ടിക്കറ്റ് ചെക്കറിൻ്റെ യൂണിഫോം, അവർക്കൊരു വലിയ ക്യാപ്പ് ഉണ്ടായിരുന്നു, പി ക്യാപ്പ് എന്ന് പറയും. അവർക്ക് ബെൽറ്റ് ഉണ്ടായിരുന്നു, കാക്കി നല്ല തിളങ്ങുന്ന. അവർ ഷൂസ് ഇടും, ബാക്കി ആൾക്ക് ഷൂസൊന്നുമില്ല, അവർ ഷൂസ് ഇടും. പിന്നൊരു സംഭവം, അവർ എവിടെ നിൽക്കുന്നോ അവരുടെ മുമ്പിൽ വന്ന് ബസ് നിൽക്കും. അപ്പം നമ്മൾ ബസ് കയറണമെങ്കിൽ അവിടെ ഓടണം, അപ്പോഴത്തെ ബസ് ഇവിടെ വരും, പിന്നെ ഇങ്ങോട്ട് ഓടണം. അപ്പം എൻ്റെ ഫാദറിൻ്റെ ഒരു സുഹൃത്തായിരുന്നു ഇദ്ദേഹം. അപ്പം ഞങ്ങൾക്ക്, എൻ്റെ അമ്മയ്ക്കോ എനിക്കെല്ലാം പോകണമെങ്കിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ അവരോട് നേരത്തെ പറയും, അപ്പം സമയം പറയും, ഞങ്ങളവിടെ പോയി നിൽക്കും. പുള്ളിക്കാരൻ ഞങ്ങൾക്ക് ബസ്സിൽ കയറ്റും. അത് മാത്രമല്ല, പുള്ളിയും കൂടെ കയറും. അപ്പോഴത്തേക്ക് ആ കണ്ടക്ടറുടെ ഭവ്യതയും ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നു. അപ്പം എൻ്റെ വിചാരം, ആ കുഞ്ഞ് മനസ്സിൻ്റെ വിചാരം, ഇതുപോലൊരു യൂണിഫോം ഇട്ടാൽ എവിടെ ഏത് ബസ്സിലും കയറാം. അപ്പം യൂണിഫോമിനോട് എനിക്കൊരു വല്ലാത്ത ഒരു ആവേശമായിരുന്നു. അന്നേരമാണ് എൻ്റെ ഡാഡി പേപ്പറിലൊരു ഇത് കണ്ടത്, സൈനിക് സ്കൂളിലേക്കുള്ള അഡ്മിഷൻ. അപ്പം ഞാൻ എഴുതി, പാസ്സായി, എൻട്രൻസ് എക്സാം എഴുതി പാസ്സായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഇത് 69ലാണ് ഞാൻ അവിടെ അഡ്മിഷൻ കിട്ടി പോകുന്നത്. അവിടെ ചെന്നപ്പം കാക്കി യൂണിഫോം, നല്ല സ്റ്റാർച്ച് ചെയ്ത കാക്കി യൂണിഫോം, കാക്കി ഷർട്ട്, ബെൽറ്റ്, ഷൂസ്, സോക്സ്. എനിക്ക് സന്തോഷമായി. പക്ഷേ ഒരു പ്രശ്നം വന്നത്, എന്നെ വയസ്സ് കൂട്ടിയാണ് വെച്ച് സ്കൂളിൽ കയറ്റിയത്. അപ്പം ഞാനായിരുന്നു ഏറ്റവും ചെറുതാണ് സ്കൂളിൽ. ഇപ്പോൾ വന്ന പിള്ളേരുടെ ഏറ്റവും ചെറിയ കൂട്ടത്തിലായിരുന്നു ഞാൻ. അപ്പോൾ ആൾക്കാർ ബുള്ളി ചെയ്യും. പിന്നെ വീട്ടിൽ നിന്ന് മാറിയ വിഷമമൊക്കെ. ഞാൻ എപ്പോഴും വിഷ്വൽ നോക്കുന്ന ആൾ. എനിക്ക് പഠിക്കുന്നതുകൊണ്ടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്യും, ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. എന്നാലും പഠിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഞാൻ പാസ്സായി. 11ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ഡാഡി എന്നോട് പറഞ്ഞു, നമുക്ക് ആർമി വേണ്ട. ഞാൻ അന്ന് ഒറ്റ മോനാണ്, എനിക്ക് 2 സഹോദരിമാരാണ് അന്നുള്ളത്. ആർമി പോകണ്ട, അതുകൊണ്ട് NDAക്ക് പരീക്ഷ എഴുതണ്ട. പക്ഷേ ഞാൻ സ്കോളർഷിപ്പ് വാങ്ങിച്ച് പഠിച്ചത് കൊണ്ട് NDA പരീക്ഷ കമ്പൽസറി ആയിട്ട് എഴുതിയേ ഒക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ എഴുതി. 3 പ്രാവശ്യം എഴുതണം. 3 പ്രാവശ്യം എഴുതി. ഞാൻ തോറ്റു. പക്ഷേ ഞാൻ ഫാത്തിമ കോളേജിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു, കെമിസ്ട്രിക്ക്. എൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ ഉദ്ദേശം, ഡിഗ്രി കഴിയുമ്പം അമേരിക്കയ്ക്ക് പോകാവുന്നതായിരുന്നു. അപ്പം ഞാൻ ഫാത്തിമ കോളേജിൽ വന്നപ്പോൾ ഞാൻ ഷർട്ട് ടക്കിൻ ചെയ്യും, എനിക്ക് ബെൽറ്റുണ്ട്, എൻ്റെ മുടിയെല്ലാം ചെറുത്. ബാക്കിയുള്ളവർക്ക് അത് ഇങ്ങനത്തെ എന്തൊക്കെ കോളർ, ഇങ്ങനെ ബെൽ ബോട്ടം എന്ന് പറയുന്ന പാൻറ്റ്, പിന്നെ അവരൊക്കെ ഇങ്ങനെ സ്റ്റൈലിൽ നടക്കുന്നു. അപ്പം അവരുടെ രീതികളും എൻ്റെ രീതിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമായി. എനിക്ക് അവിടുത്തെ എൻ്റെ ക്ലാസ്മേറ്റ്സ് തന്നെ എനിക്ക് ഇരട്ട പേരിട്ടു, പട്ടാളം എന്ന്.
അപ്പം ഞാൻ വന്നത് പട്ടാള സ്കൂളിൽ നിന്നാണ്. എൻ്റെ സ്വഭാവങ്ങളെല്ലാം പട്ടാള രീതിയായിരുന്നു. 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിക്ക് എത്തും, 8 മണി എന്ന് പറഞ്ഞാൽ 8 മണിക്ക് എത്തും, സമയങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. ഇതൊക്കെ മറ്റുള്ളവർക്ക് പുതുമയും ഒരു അതിശയമാണെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ എനിക്ക് അതിശയമായിരുന്നു. അവർ വരുന്നത് മുണ്ട് മടക്കി കൊടുത്തുകൊണ്ട് വരും, ബനിയനിട്ടുകൊണ്ട് വരും, ഇല്ലെങ്കിൽ ഒരു പുസ്തകം കൊണ്ട് വരും. ഇതൊക്കെ എനിക്ക് വളരെ ഞാനും പതുക്കെ പഠിച്ചെങ്കിലും പക്ഷേ മാനസികമായിട്ട് എനിക്ക് ആ ചിട്ടയ്ക്കകത്ത് വളർന്ന എനിക്ക് ഇത് പൊരുത്തപ്പെടാൻ പ്രയാസം വന്നു തുടങ്ങി. അപ്പം ഞാൻ തീരുമാനിച്ചു, ഇല്ല, തിരിച്ച് ആർമി ലൈഫിൽ തന്നെ പോകണം, അതായിരിക്കും എനിക്ക് നല്ലത്. അങ്ങനെ അപ്പോഴത്തേക്ക് എനിക്കൊരു അനിയനായി, എന്നെക്കാളും 16-17 വയസ്സ് ഇളയതാണ് അദ്ദേഹം. ഞാൻ കമ്പൈൻഡ് ഡിഫൻസ് CDS എക്സാം എഴുതി, പരീക്ഷ എഴുതി, പാസ്സായി. ആ വർഷം SSBക്ക് കുറച്ച് പേരുണ്ടായിരുന്നു. ഈ SSB സർവീസ് സെലക്ഷൻ ബോർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇന്ന് ഏറ്റവും കഠിനമായ സെലക്ഷനാണ് സർവീസ് സെലക്ഷൻ ബോർഡ്. 7 ദിവസം തൊട്ടാണ് അവരുടെ ഇൻ്റർവ്യൂ. ആദ്യത്തെ ദിവസം തന്നെ ഇപ്പം 90% ആൾക്കാരെയും പറഞ്ഞയക്കും സ്ക്രീനിങ്ങിൽ തന്നെ. ഞങ്ങളുടെ സമയത്ത് അങ്ങനെയല്ല, എല്ലാവരെയും വെക്കും. അവസാന ദിവസമാണ് ഈ പറയുന്നത്. അപ്പം 30 പേരാണ് ഇൻ്റർവ്യൂവിന് വരുന്നതെങ്കിൽ ഈ 30 പേരെയും ഒരു ഹാളിലിരുത്തും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം. അത് വന്നിട്ട് പിന്നെ സൈക്കോളജിസ്റ്റാണ് വന്ന് പറയുന്നത്. അദ്ദേഹം വന്ന് ആദ്യമേ പറയും, നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ സെലക്ട് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. ഇവിടെ പണ്ട് അബ്ദുൽ കലാം വന്നായിരുന്നു, അമിതാഭ് ബച്ചൻ വന്നു, ഇയാൾ വന്നു, അപ്പം വലിയ പേരൊക്കെ പറയും. അവർക്കൊന്നും സെലക്ഷൻ ആയില്ല, അതുകൊണ്ട് ഇപ്പോൾ സെലക്ഷൻ കിട്ടാത്ത ആൾക്കാർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അവർക്ക് അമിതാഭ് ബച്ചനാകാം, അല്ലെങ്കിൽ അബ്ദുൽ കലാം ആകാം. അപ്പോഴത്തേക്ക് പക്ഷേ എന്നാലും വന്ന എല്ലാവർക്കും എങ്ങനെയെങ്കിലും കിട്ടണമെന്നാണ്. എൻ്റെ ചെസ് നമ്പർ, അപ്പോൾ ആ നമ്പറാണ് നമ്മൾ എല്ലായിടവും പറയേണ്ടത്. എൻ്റെ ചെസ് നമ്പർ 16 അങ്ങനെയാണ് എനിക്ക് എപ്പോഴും ലക്കി നമ്പർ 16 എന്നൊരു വിശ്വാസം. ഇപ്പം ഞങ്ങൾ വന്നതിന് മുമ്പുള്ള 5-6 ബാച്ച് മൊത്തം വാഷ് ഔട്ട്, അതായത് ആരെയും എടുത്തില്ല. അപ്പം എല്ലാവർക്കും അറിയാം, ഇതിപ്പം കൂടിപ്പോയ 1 അല്ലെങ്കിൽ 2. ഇദ്ദേഹം ഇങ്ങോട്ട് വന്ന് സെലക്ട് ആവരെ നമ്പർ മാത്രമേ വിളിക്കൂ. ഈ ഒരു ലെക്ചറൊക്കെ തന്നു, പകുതി പേരും കേൾക്കത്തില്ല, ഇങ്ങനെ നമ്പർ കേട്ടിരിക്കുക ആൾക്കാർ. 4, 9, 12, പിന്നെ ഒരു നമ്പർ പറഞ്ഞു, പുള്ളി പോയി. അപ്പം ഈ 12 കഴിഞ്ഞ് പറഞ്ഞ നമ്പർ ഏതാണെന്ന് എനിക്ക് കേട്ടില്ല. അപ്പം ടെൻഷനായി. അപ്പോൾ ഞാൻ ഇരിക്കുന്നത് ആൾക്കാരൊക്കെ വന്ന് വെൽഡൺ എന്നൊക്കെ പറഞ്ഞ് എന്നെ പുറത്തൊക്കെ തട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ആയെന്ന് തോന്നി. എന്നാലും സംശയം. ഞാൻ പോയി ഓഫീസിൽ പോയി ചോദിച്ചു, പറഞ്ഞ് ഈ 16 ആയോ, ഈ 16 സെലക്റ്റഡ്, യാ യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു. അയ്യോ, ഭയങ്കര സന്തോഷമായി. അങ്ങനെയാണ് ഞാൻ സർവീസ് SSB ക്ലിയർ ആയത്. ഇനി വലിയൊരു കടമ്പ് കിടക്കുന്നുണ്ട്, മെറിറ്റിൽ വരണം. അവസാനം മെറിറ്റ് ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ പേരതിലുണ്ട്. ആ വർഷം ഇന്ത്യയിൽ 100 പേരെയാണ് എടുക്കുന്നത് ടോട്ടൽ. ആ ബാച്ച് ആകെ 100 പേരേ ഉള്ളൂ. ആ 100 പേരിൽ എൻ്റെ പേരുണ്ട്. ഞാൻ മിലിറ്ററി അക്കാഡമി ദെഹ്റാദൂണിലേക്ക് കൊല്ലത്ത് നിന്നും കേരള എക്സ്പ്രസ്സിൽ കയറി പോയി. ഇവിടുന്ന് പോയത് 5 ജാനുവരി 1980. കേരളത്തിൽ തണുപ്പറിയാൻ വയ്യ. നമ്മുടെ തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു മഫ്ലർ മതി. ഞാൻ ചെന്നിറങ്ങിയത് ഡൽഹിയിലെ തണുപ്പിലോട്ടാണ്. ആ തണുപ്പ് ഞാൻ കണ്ടിട്ടേ ഇല്ല. അയ്യോ, ഞാനൊരു ടീഷർട്ടും ഒരു ജീൻസും ഇട്ടിരുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. ഞാനപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ചായ, ഈ മണ്ണിൻ്റെ കപ്പിനകത്ത് ചായ, അതായത് ചട്ടിക്കകത്ത്, കൊച്ചു ചട്ടി പോലെ ചായ വാങ്ങിച്ച് കുടിക്കുന്നു, അത് കളയും, അടുത്തത് വാങ്ങിച്ച് കുടിക്കുന്നു, പിന്നെ റിസേർട്ട് വിളിക്കും. ഒരു രക്ഷയില്ല. എന്നൊക്കെയോ സമയം ചിലവഴിച്ച് ഞാൻ അവസാനം ട്രെയിനിൽ കയറി. സ്ലീപ്പറിൽ എനിക്ക് ബുക്കിംഗ് ഉണ്ടായിരുന്നു, ഞാൻ അതിൽ കയറി. രാത്രിയായപ്പോഴത്തേക്ക് തണുപ്പ് സഹിക്കാൻ വയ്യ. അപ്പം ഞാനിങ്ങനെ കിടുങ്ങിയിരിക്കുക. അപ്പോൾ എൻ്റെ മുമ്പിലൊരു സ്ത്രീ എന്നോട് ചോദിച്ചു, ഹിന്ദിയിൽ ചോദിച്ചു, രജായി ചായയെ. അപ്പം എനിക്ക് രജായി എന്താണെന്ന് അറിയാൻ വയ്യ. ഞാൻ ഈ ചായ എന്ന് പറഞ്ഞ് ചായ ആണെന്ന് ചോദിച്ചാൽ, അപ്പം എൻ്റെ കയ്യിൽ ചായയുടെ കപ്പുണ്ട്. ഞാൻ പറഞ്ഞു ചായ ഐ ഹാവ് ചായ എന്ന്. അപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്ക് ഹിന്ദി അറിയാൻ വയ്യാന്ന്. അപ്പം എന്നോട് ചോദിച്ചു, ഡു യു വാണ്ട് എ രജായി? അപ്പം എനിക്ക് രജായി എന്തോന്നറിയാൻ വയ്യ. അപ്പം ഞാൻ പറഞ്ഞു, രജായി വാട്ട് ഇസ് ദാറ്റ്? പുള്ളിക്കാരി എന്നോട് ഇംഗ്ലീഷിൽ ചോദിച്ചു, ആർ യു ഫീലിംഗ് കോൾഡ്? ഐ സെഡ് വെരി കോൾഡ്. ഡു യു വാണ്ട് സംതിങ്? ഐ സെഡ് യെസ്.
അപ്പോൾ പുള്ളിക്കാരിയുടെ സ്പെയർ കമ്പിളി തന്നു. ആ കമ്പിളിയുടെ സുഖം വേറെ എങ്ങനെ ഞാൻ കിട്ടിയിട്ട് ആ കമ്പിളി പുതച്ച് ഞാൻ ഇങ്ങനെ ഓൾഡ് ഡൽഹിയിൽ 6-ാം തീയതി രാത്രി കയറി 7-ാം തീയതി രാവിലെ ദെഹ്റാദൂണിലെത്തി. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9955442222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. എൻ്റെ കയ്യിൽ വേറെ സ്വെറ്ററില്ല, വേറെ ഒന്നുമില്ല. ഈ ഇട്ടുകൊണ്ട് പോയ നമ്മുടെ കേരളത്തിലെ ഉടുപ്പും മാത്രമേ ഉള്ളൂ. രാവിലെ ഇറങ്ങി, പെട്ടിയുണ്ട്, വലിയൊരു പെട്ടിയുണ്ട്, അതുകൊണ്ട് ഇറങ്ങി. ഒരു ബസ് നിൽപ്പുണ്ട്. അപ്പം ഞങ്ങളെ റിസീവ് ചെയ്യാൻ വന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നതോ ഇനിയിപ്പോൾ ഓഫീസറായല്ലോ, ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ബസ് നിൽപ്പുണ്ട്, ഒരു ട്രക്കുണ്ട്. അപ്പോൾ ആ വന്ന ഹവിൽദാർ പറഞ്ഞു ബോക്സ് ലോഡ് കറോ. അപ്പം ഞാൻ നോക്കിയത് ആരെങ്കിലും നമ്മുടെ ബോക്സ്, ആരുമില്ല. നമ്മൾ ഈ പെട്ടി സ്വയം പൊക്കിയെടുത്ത് വന്ന 2-3 പേര് കൂടി പൊക്കിയെടുത്ത് ഇതിനകത്ത് വെച്ച് ഞങ്ങൾ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ദെഹ്റാദൂണിൽ വന്നു. രാവിലെ 9 മണിയായപ്പോഴത്തേക്കും. ഒന്നും കഴിച്ചിട്ടില്ല. ചെന്നു പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് റെഡി, ഗോ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് കം. അപ്പം ഞാൻ ഓടി ചെന്നു, കഴിച്ചു. അപ്പോൾ ഈ പിന്നെ അവിടെ നടക്കാനൊക്കത്തില്ല. ചെന്നപ്പോൾ പിന്നെ ഓട്ടമേ ഉള്ളൂ. ഓടി ചെന്നു, കഴിച്ചു. തിരിച്ചു വന്ന് എന്തൊക്കെയോ പേപ്പർ നിറയ്ക്കണം, അതൊക്കെ നിറച്ചു. കൈയൊക്കെ എന്നേ വിറയ്ക്കും. അപ്പം മുറിക്കകത്ത് കയറി മറ്റുള്ള പലർക്കും അറിയാവുന്ന അവർക്കൊക്കെ സ്വെറ്ററുണ്ട്, എനിക്കതില്ല. ഞാൻ ഈ ടീഷർട്ട്, അപ്പം ഒരു ബുദ്ധി തോന്നി 2-3 എടുത്തിട്ടു. അകത്ത് 2-3 ടീഷർട്ട് ഇട്ട് മേളിൽ വലിയൊരു ഫുൾ കൈ ടീഷർട്ട് ആ നിൽക്കുന്നത്. അപ്പം ഞാൻ തടിച്ച് നിൽക്കുക. അവസാനം ഞങ്ങളെ ഡ്രസ്സ് സപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അളവൊക്കെ എടുത്ത് ഞങ്ങൾക്ക് സ്വെറ്ററും കമ്പിളിയൊക്കെ തന്നു. അന്ന് 2:30-3 മണിയായപ്പോഴത്തേക്ക് എനിക്കൊരു കറുത്ത കമ്പിളി, കരിമ്പടം എന്ന് നമ്മളിവിടെ പണ്ട് പട്ടാളക്കാരെ കാണുന്ന ഒരു കരിമ്പടവും ഒരു പച്ച ബ്ലാങ്കറ്റും കിട്ടി. പിന്നെ കുറച്ച് ഗൗണും കുറച്ച് ഡ്രസ്സും എല്ലാം കിട്ടി. അപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത് രാത്രി ഉറങ്ങുന്നതിന് അങ്ങനെ ഇതുണ്ടല്ലോ, കുഴപ്പമില്ല. അപ്പം ഞാൻ രാത്രിയിൽ, അപ്പം ഈ റാഗിങ് അവിടെ ഉള്ള സമയമാണ്. ഒരു കുഴപ്പമില്ല. വൈകുന്നേരമായി ഡിന്നർ കഴിച്ചു. ഞാൻ വന്നു, പറഞ്ഞു റാഗിങ് കേട്ടിട്ടേ ഉള്ളൂ, ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ വന്ന് കയറി, മുറിയിൽ കയറി. അപ്പോൾ എല്ലാവർക്കും ഓരോ മുറിയാണ്, ഓരോരോ മുറിക്ക് ഒരു ഓഫീസറുണ്ട്. അത് ഓരോ കാഡറ്റിനും ജെൻറ്റിൽമെൻ കാഡറ്റ് എന്നാണ് പറയുന്നത്. GCക്കും ഓരോ മുറിയുണ്ട്. അപ്പോൾ എനിക്കൊരു മുറി കിട്ടി. ഞാൻ കട്ടിലിൻ്റെ മേലോട്ട് ഈ കരിമ്പടം 2 വിരിച്ചു. എനിക്ക് പില്ലോ ഇല്ല, ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, എനിക്കറിയാൻ വയ്യായിരുന്നു. പിന്നെ ഈ 2-3 പാൻ്റെല്ലാം വലിച്ചിട്ട് ഡാങ്ക്രി 2 കിട്ടി. ഒരു ഡാങ്ക്രി എടുത്ത് തന്നെ മേലിലിട്ടു. നോക്കിയപ്പോൾ ഒരു ഡ്രസ്സിങ് ഗൗൺ കിട്ടി, അതും എടുത്ത് മേലിട്ട് ഞാൻ പുതച്ച് ഞാൻ കിടക്കുക. ഒരു 10-15 മിനിറ്റായി നല്ല മയക്കം വന്നപ്പം കഥകളൊരു കൊട്ടി തുറക്കണ്ടേ, ഇതെല്ലാം മാറ്റണ്ടേ, പെട്ടെന്ന് മാറ്റി. അപ്പം ആസ് പെർ റൂൾ പ്രകാരം നൈറ്റ് ഡ്രസ്സിട്ടാണ് കിടക്കേണ്ടത്. പുറത്ത് വരുമ്പോൾ ഗൗൺ ഇടണം. അപ്പം ഞാൻ അതെല്ലാം ഇട്ട് ഗൗണൊക്കെ ഇട്ട് പുറത്ത് വന്ന്, അയ്യോ താമസിച്ചതിന് ഇഷ്ടം പോലെ പണിഷ്മെൻറ്റ് കിട്ടി. അത് ആദ്യം തന്നെ പണിഷ്മെൻറ്റ് തന്ന ഒരു മലയാളിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് എടാ നിനക്ക് ഒന്നും ഇല്ലടാ, നിൻ്റെ കയ്യിൽ ഒന്നും ഇല്ലേ? ഞാൻ മനസ്സിൽ ഇല്ല സാർ. നിനക്ക് ഇതൊന്നും അറിയാൻ വയ്യായിരുന്നു. ഞാൻ മനസ്സിൽ ഞാനിത് കണ്ടിട്ടില്ല, എനിക്കിത് അറിയാനും വയ്യ, ഒന്നും എഴുതി വന്നിട്ടില്ല, അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് കനിവ് തോന്നി. എന്നെ പുള്ളിക്കാരൻ്റെ മുറിയെ വിളിച്ച് എനിക്ക് പുള്ളി ഒരു കൊച്ചു മാട്രസ് തന്നു, ഒരു എക്സ്ട്രാ ബ്ലാങ്കറ്റ് തന്നു, 1-2 സ്വെറ്റർ തന്നു. പുള്ളിക്കാരൻ ഫൈനൽ ഇയറാണ്. ഇപ്പം പുള്ളി റിട്ടയർഡായി. കേണൽ ജയദേവാണ് എന്നെ അന്ന് രക്ഷിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ വന്നു. പിന്നെ റാഗിങ്ങിൻ്റെ കഥകളുണ്ട് ഞങ്ങൾക്ക്. ഈ പലരും നമ്മൾ വിചാരിക്കുന്നത് ഇന്ത്യൻ ആർമിയുടെ ട്രെയിനിങ് അല്ലെങ്കിൽ ഓഫീസറാകുന്നത് ഇവിടെ റിക്രൂട്ട്മെൻറ്റ് ഓടി ഫസ്റ്റായി വരുന്ന ആൾക്കാരാണ്. നല്ല ഇന്ത്യൻ ആർമിയുടെ ഒരു വേദാന്തം അല്ലെങ്കിൽ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മൈൻഡ് ദാറ്റ് കൺട്രോൾസ് ദ ബോഡി. മനസ്സാണ് ബോഡിയോടെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് മനസ്സ് വെച്ചാൽ എന്തും ആർക്കും ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന സ്ഥലമാണ് അവിടെ. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം, ആദ്യമേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ 2 ആഴ്ച കൊണ്ട് ഞാൻ എൻ്റെ പേര് മറക്കും, എൻ്റെ ഐഡൻറ്റിറ്റി മറക്കും, ഞാൻ എങ്ങനെ ഇരിക്കുന്നെന്ന് മറക്കും, എല്ലാം അടിച്ചുടച്ച് പൊട്ടിച്ച് തരിപ്പടമാക്കി കൈ തരും. അത് കഴിഞ്ഞ് പിന്നാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മളെ വാർത്തെടുക്കുന്നത്. ആസ് എ ജെൻറ്റിൽമെൻ
ആൻഡ് ആസ് എൻ ഓഫീസർ. നിയമങ്ങളുണ്ട്, എങ്ങനെ പെരുമാറണം, എങ്ങനെ പറയണം, എങ്ങനെയാണ് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഇരിക്കേണ്ടത്, എങ്ങനെയാണ് നിൽക്കേണ്ടത്, എല്ലാം നമ്മൾ പഠിപ്പിക്കും. അവിടെ നമ്മളെ മിലിറ്ററി ട്രെയിനിങ് ആണ്. അതായത് ഈ വെടിവെക്കുന്നതൊക്കെ പട്ടാളക്കാർക്കുള്ളത്, വെടിവെക്കണം, ഞങ്ങളുടെ വെപ്പൺ ട്രെയിനിങ് ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ മുഖ്യ ട്രെയിനിങ് ഈസ് അബൌട്ട് ലീഡർഷിപ്പ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ക്രൈസിസ് വരുമ്പോൾ എങ്ങനെ നമ്മൾ പെരുമാറണം. അപ്പം പഴയ ഹിസ്റ്ററി, മിലിറ്ററി ഹിസ്റ്ററി, ഓരോ വാറ്, ഓരോ ഓപ്പറേഷൻസ് പഠിപ്പിക്കും. ഈ വാറ് പൊട്ടാൻ പോയതായിരുന്നു അല്ലെങ്കിൽ തോക്കാൻ പോയതാണ്, ഈ ഒരു ജനറൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാപ്റ്റൻ കാരണം ഇതെങ്ങനെ ജയിച്ചു, അല്ലെങ്കിൽ തോറ്റത് എന്തുകൊണ്ട്, ഇത് നമ്മൾ ഓരോന്നിങ്ങനെ പഠിപ്പിക്കും. മിലിറ്ററി ഹിസ്റ്ററി. പിന്നെ ടാക്ടിക്സ്, അതായത് ഓരോ ഭൂമിയും പ്രകാരം എങ്ങനെയാണ് പട്ടാളത്തിന് വ്യസനിക്കേണ്ടത് അല്ലെങ്കിൽ വിന്യസിക്കേണ്ടത്, എങ്ങനെയാണ് അതിൽ നിന്ന് ആ ഭൂമിയെ നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ആദ്യത്തെ 6 മാസം എല്ലാ ദിവസവും 24 മണിക്കൂറും നമ്മൾ ഓക്യുപ്പൈഡാണ്. ക്യാമ്പിനൊക്കെ പോകുമ്പം നടന്നുകൊണ്ട് ഉറങ്ങാൻ പഠിച്ചു, ഉറങ്ങിക്കൊണ്ട് വർത്തമാനം പറയാൻ പഠിച്ചു, എന്ത് കിട്ടിയാലും കഴിക്കാൻ പഠിച്ചു, ഏത് വെള്ളം കുടിക്കാനും പഠിച്ചു. അപ്പം നമ്മളെ ഒന്നുമല്ലാതാക്കി ഫസ്റ്റ് 6 മാസം. അതിനുശേഷം നമ്മളെ ഗാർഡ് യു ആസ് ഓഫീസേഴ്സ്. പിന്നെ നമുക്ക് ഒരു ടേം ജൂനിയറെ കിട്ടും. റാഗ് ചെയ്യുന്നവരുണ്ട്, ഞാൻ ആരും റാഗ് ചെയ്തില്ല, കാര്യം എന്നെ ഒത്തിരി റാഗ് ചെയ്തുകൊണ്ട് ഞാൻ ആരും റാഗ് ചെയ്തില്ല. ആ ബന്ധങ്ങളൊക്കെ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. ട്രെയിനിങ്ങിനകത്ത് ബേസിക് വെപ്പൺ ട്രെയിനിങ് ഉണ്ട്, ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ട്, അഡ്വഞ്ചർ ട്രെയിനിങ് ഉണ്ട്. പിന്നെ ഏറ്റവും എല്ലാ ടേമിലും ഒരു ക്യാമ്പുണ്ട്. അതാണ് മനുഷ്യൻ്റെ റെസീലിയൻസ് അല്ലെങ്കിൽ റിസർവറി പോകുന്നത്. അതായത് ലാസ്റ്റ് ക്യാമ്പ് ചിൻഡിറ്റ്സ് എന്ന് പറയും. 12 ദിവസത്തെ ക്യാമ്പാണത്. അതായത് നമ്മൾ പോയി 2 ദിവസം ട്രെയിനിങ് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ലാസ്റ്റ് 7 ദിവസം നമ്മൾ തന്നെ ലഞ്ച് കുക്ക് ചെയ്യണം. ഡിന്നർ നമുക്ക് ഹോട്ടായിട്ട് പാക്കായിട്ട് തരും. നമ്മൾ ഒരു ഡബ്ബയുണ്ട്, അതിലാണ് തരുന്നത്, അതിൽ കഴിക്കണം. രാത്രി എല്ലാ രാത്രിയും നമ്മൾ നടക്കുമ്പം നമ്മുടെ റൈഫിളുണ്ട്, ഒരു ഡാങ്കറി ഉണ്ട്, പിന്നെ റേഡിയോ സെറ്റുണ്ട്, പിന്നെ നമ്മളുടെ പാക്കുണ്ട്, വലിയ പാക്ക്, അതിനകത്ത് കമ്പിളിയുണ്ട്, അതിനകത്ത് കിറ്റ് ബാഗുണ്ട്, എല്ലാം നമ്മൾ കൊണ്ടു നടക്കണം. പിന്നെ സൈഡിൽ ഒരു പാക്കറ്റുണ്ട്, വെള്ളമുണ്ട്. പിന്നെ നമ്മൾ നടക്കുന്നതെല്ലാം മാപ്പ് വെച്ചിട്ട് നമുക്ക് സ്ഥലം തരും. ഒരു ക്യാപ്റ്റനോ മേജറോ പുറകെ കാണും, നമ്മളെ ട്രെയിൻ ചെയ്യുന്ന ആൾ. എവിടെയെങ്കിലും തെറ്റ് പറ്റിയാൽ അദ്ദേഹം നിർത്തിച്ചിട്ട് നമുക്ക് പണിഷ്മെൻറ്റ് തരും. പണിഷ്മെൻറ്റ് സാധാരണഗതിയിൽ ഒരു കല്ലാണ്. അതുപോലെ അതിന് പപ്ലു എന്നാണ് പറയുന്നതിന്, പപ്ലു ലാവോ എന്ന് പറയും. അപ്പോൾ ഒരു കല്ലെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അയാൾ ആ കല്ലിൻ്റെ മേളിൽ ഒപ്പിടും. ഈ ഭാരമെല്ലാം ഉണ്ട്. ഈ കല്ലും കൂടെ പിടിച്ച് നമ്മളിങ്ങനെ നടക്കണം. അടുത്ത പോയിൻ്റ് കഴിയുമ്പം അദ്ദേഹത്തിന് കനിവ് തോന്നിയാൽ പപ്പിൾ ഇടാൻ പറയും, ഇല്ലെങ്കിൽ അയാൾ ഇടാൻ പറയുന്നവരെ കൊണ്ട് നടക്കണം. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് പറയുമ്പം എന്ത് വൃത്തികേടാണ്, ഒരു കല്ല് തന്നു അല്ലെങ്കിൽ അങ്ങനെ പോയി. ജീവിതത്തിൻ്റെ പാഠങ്ങളാണ് ഇതെല്ലാം. നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന വഴിയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമുക്ക് കാണാൻ പോകുന്ന കാര്യങ്ങൾ. ഓരോ ഭാരങ്ങൾ നമുക്ക് എക്സ്ട്രാ കിട്ടിയിരിക്കും, ഓരോ ചലഞ്ച് വന്നിരിക്കും. അതിനെ നമ്മൾ എങ്ങനെ, ഇപ്പം ഞാൻ കല്ല് കൊണ്ട് നടക്കുന്നത് ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി നമ്മളെ ട്യൂൺഡാകുകയാണ്. നമുക്കൊരു പുതിയ ഭാരം വന്നു, അതിനെ എങ്ങനെ നമ്മൾ സ്വന്തമാക്കും, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും, അതിനെ ഇത് കഴിയുമ്പം അടുത്ത പോയിൻ്റ് കഴിയുമ്പോൾ ഇത് ഭാരം മാറും. ദർ ഈസ് ഓൾവേസ് എ ബെറ്റർ ടുമാറോ, ദർ ഈസ് എ ഓപ്പർച്യൂണിറ്റി ദെയർ. ഇനിയൊരു നല്ല ദിവസം, നല്ലൊരു നാളെ മുമ്പിലുണ്ട്. നമ്മൾ ആശ കൈവെടിയരുത് എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ അനുഭവത്തിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയുടെ ട്രെയിനിങ്ങിൻ്റെ ഫിലോസഫി. മൈൻഡ് കൺട്രോൾസ് ദ ബോഡി ആൻഡ് ദർ ഈസ് ഓൾവേസ് എ ബെറ്റർ ടുമോറോ. നമ്മളാണ് തീരുമാനിക്കുന്നത് വിജയം എങ്ങനെ എപ്പോൾ കിട്ടണമെന്ന്. ഈ ഓഫീസർ ഇങ്ങോട്ട് വന്നു, അവൻ ആ ട്രാക്ടറിൻ്റെ ട്രോളിയെ കൈവച്ചു, ഒരു ചാട്ടം ട്രോളിക്കകത്തോട്ട് ചാടി, ട്രോളി കൂടെ നടന്ന് 2 സ്റ്റെപ്പ് എടുത്ത് ഇതിനകത്തോ ചാടി കയറി. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെയാണോ പ്ലെയിനിൽ കയറുന്നത്? ഞാനും വന്ന് പുറകെ ചാടി കയറി
നോക്കി ട്രോളി കയറി, ട്രോളിയിൽ നിന്ന് ഇതിൻ്റെ ഭാഗത്ത് കയറിയപ്പം ഒരു ഗുഹ പോലൊരു പ്ലെയിൻ, കസേരയില്ല, ബെല്ലില്ല, ഒന്നുമില്ല.